കൊച്ചിൻ സാഹിത്യ അക്കാദമി തിരൂർ തുഞ്ചൻ പറമ്പിൽ കവിക്കൂട് 2025 എന്ന പേരിൽ ഏകദിന സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ തിരൂർ ദിനേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ സാഹിത്യ അക്കാദമി തിരൂർ തുഞ്ചൻ പറമ്പിൽ കവിക്കൂട് 2025 എന്ന പേരിൽ ഏകദിന സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ തിരൂർ ദിനേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ രണ്ട് അറ്റങ്ങളിലേക്കും വിജ്ഞാനത്തിന്റെ പ്രഭ പരന്നതിന്റെ പ്രഭവ കേന്ദ്രമാണ് കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നാടായ വെട്ടത്തുനാടിന്റെ തലസ്ഥാന കേന്ദ്രമായ തൃക്കണ്ടിയൂരിലാണ് നിങ്ങൾ ഒത്തുചേർന്നിട്ടുള്ളത്. കേരളത്തിൽ ജീവിച്ചിരുന്ന 48 ബഹുമുഖ പണ്ഡിതന്മാരിൽ 38 പണ്ഡിതന്മാരുടെ ജന്മഭൂമിയും കർമ്മഭൂമിയിലുമാണ് നിങ്ങൾ ഒത്തുചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോൾ തീർച്ചയായും പോസിറ്റീവ് എനർജിയോടുകൂടി പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്ന്, രാജ്യം മുഴുവൻ ഇന്ന് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു യുദ്ധം എന്ന് തന്നെ നമുക്ക് പറയാം. പാകിസ്ഥാനുമായി നമ്മുടെ സൈന്യം പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാഷ്ട്രത്തോട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഒത്തുചേരൽ വളരെ നല്ല മുഹൂർത്തത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ ഒരു പകൽ മുഴുവൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്തോടും ഈ ദേശത്തോടും നമ്മുടെ രാഷ്ട്രത്തോടുമുള്ള ചിന്തയും നിങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന അവ കവിതയായിട്ട് ഇവിടെ കവിയരങ്ങിലൊക്കെ പ്രതിഫലിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ജാതിവികാരം വളർത്തി ജാതിസ്പർദ്ധയ്ക്ക് വഴിതെളിയിക്കുന്ന കവിതകളുടെ രചനകൾ വർദ്ധിക്കുന്നുണ്ടെന്നും ഇത് സമൂഹത്തിന്റെ കെട്ടുറപ്പിന് ബലക്ഷയം വരുത്തുമെന്നും എഴുത്തുകാരൻ തിരൂർ ദിനേശ് പറഞ്ഞു. ജാതി വിവേചനം പ്രമേയമാക്കി രചിക്കുന്ന ഇത്തരം കവിതകൾ അനുവാചകർ അവഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PS വിപിൻ പള്ളുരുത്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നോവലിസ്റ്റ് സുഹറ കൂട്ടായി മുഖ്യാതിഥിയായി. വളരെ സന്തോഷമുണ്ട്. കാരണം കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഒത്തുകൂടുക. സിനിമാ നടൻ മാമുക്കോയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്, കലയുള്ളിടത്ത് കലാപമുണ്ടാവില്ല എന്ന്. നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ട മനോഹരമായിട്ടൊരു ഭാഷ അല്ലെങ്കിൽ ഒരു ഭാവനയാണത്. കലയുള്ളിടത്ത് കലാപമുണ്ടാവില്ല. കലയുള്ളവർക്ക് ഒരിക്കലും ഹൽഗാമിൽ ബോംബിടാൻ കഴിയില്ല. അവരുടെ മനസ്സിൽ കലയോ അല്ലെങ്കിൽ കലയുടെ ഒരു സ്പർശമുണ്ടെങ്കിൽ ഒരിക്കലും തീവ്രവാദി ആവാൻ കഴിയില്ല. കവിക്കൂട്ടിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 80ഓളം കവികൾ പങ്കെടുത്തു. ചടങ്ങിൽ ബീന കരുവട്ടൂരിന്റെ കഥാസമാഹാരം വേനലരിച്ച മഴക്കാടുകൾ ഉൾപ്പെടെ 7 പുസ്തകങ്ങളുടെ പ്രകാശനവും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ കൊച്ചിൻ സാഹിത്യ അക്കാദമിയിലെ അംഗങ്ങൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. സഞ്ചാര സാഹിത്യ സദസ്സിൽ ജേക്കബ് കോളരിക്കൽ പ്രഭാഷണം നടത്തി. ദേശസ്നേഹം വിഷയമാക്കിയുള്ള കവിയരങ്ങ് CK രാജാം ഉദ്ഘാടനം ചെയ്തു. തുഞ്ചത്തെഴുത്തച്ഛൻ സ്മൃതി പുരസ്കാരദാനവും ചടങ്ങിൽ നടന്നു. KA വേണുഗോപാൽ വെമ്പിളിൽ, റോബിൻ പള്ളുരുത്തി, രഘു കല്ലറയ്ക്കൽ, ജേക്കബ് കോളരിക്കൽ, KS ആശാലത, സന്ധ്യവാസു, ഹനുമാൻകാവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.